എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എത്ര പൂക്കളിടാത്ത റോസയാണെങ്കിലും ഏത് ചെടിയാണെങ്കിലും നല്ലവണ്ണം കട്ട കുത്തി പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതിനു മുമ്പായിട്ട് ഇതിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റോസയുടെ ചുവട്ടിലെ പുല്ലും കാടും ഒക്കെ ഒന്ന് പറിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ചൂടൊന്ന് റോസയുടെ ചെടിച്ചട്ടിക്കകം ഒന്ന് അകത്തെ മണ്ണൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ ആ മണ്ണൊക്കെ ഒന്ന് ഉറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഇരിക്കാൻ സമ്മതിക്കില്ലേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ റോസയ്ക്ക്, പ്രത്യേകിച്ച് ബഡ് റോസുകളൊക്കെ നട്ടുപിടിക്കുന്ന ചെടിച്ചട്ടിക്കകം നല്ല വേരോട്ടം നടക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു മഴക്കാലത്ത് പ്രൂൺ ചെയ്ത് വിട്ടതാണ്. നല്ലതായിട്ട് താഴത്തെ പ്രൂൺ ചെയ്ത് വിട്ടു. ഇപ്പം നല്ല ബുഷിയായിട്ട് നല്ലപോലെ പുതിയ തളർപ്പുകളും മുട്ടുകളും ഒക്കെ വന്ന് നിറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ റോസയുടെ ചട്ടിക്ക്, അതായത് റോസയുടെ ചുവട്ടിൽ ചെറിയൊരു നനവുണ്ടായിരിക്കണം കേട്ടോ. ഒത്തിരി മണ്ണ് ഉറഞ്ഞ് നിൽക്കാൻ സമ്മതിക്കരുത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ മാത്രമേ റോസയ്ക്ക് വെള്ളം ഒഴിക്കത്തുള്ളൂ. രാത്രിയിൽ വെള്ളം കൊടുക്കാറില്ല. കാരണം രാത്രിയിൽ വെള്ളം കൊടുക്കുമ്പോൾ റോസയൊക്കെ, പ്രത്യേകിച്ച് ഇലകളൊക്കെ മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല വേനലുള്ള, നല്ല വെയിൽ, കട്ട കുത്തിയുള്ള വെയിലാണെങ്കിൽ മാത്രം നമുക്ക് 2 നേരം നനച്ചാൽ മതി. ഇപ്പം പൊതുവെ വലിയ അധികം അങ്ങ് ചൂടായി തുടങ്ങിയിട്ടില്ലല്ലോ. നല്ലപോലെ ചൂടാവണം മാത്രം നമുക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് നനച്ചു കൊടുത്താൽ മതി. 6 മണി കഴിഞ്ഞ ശേഷം ഒരിക്കലും റോസ നനച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പുളിച്ച തേങ്ങാവെള്ളമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ്. നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ്. പുളിച്ച തേങ്ങാവെള്ളമാണ് എടുത്തേക്കുന്നത്. പുളിച്ച തേങ്ങാവെള്ളത്തിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട് വളർച്ചയും അതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ടൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പുളിച്ച തേങ്ങാവെള്ളത്തിൽ. പുളിച്ച തേങ്ങാവെള്ളം നമ്മുടെ മണ്ണിലെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളുടെ ആഗിരണം വർദ്ധിപ്പിച്ച് നമ്മുടെ ചെടികളുടെ വളർച്ചയെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. ചെടികൾ വേഗത്തിൽ വളർന്നാൽ മാത്രമേ പുതിയ തളർപ്പുകളും പൂമുട്ടുകളും വന്ന് നിറയത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് 1 കൈപിടി വേപ്പിൻ പിണ്ണാക്കിട്ട് പുളിപ്പിച്ച് ഒരു 3-4 ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനിയാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നല്ലപോലെ കുറച്ച് വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം മാറിക്കിട്ടും. ഇല മഞ്ഞളിപ്പൊക്കെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. വണ്ടുകളുടെ ശല്യം മാറിക്കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒരുപാട് നല്ലതാണ്. പുളിച്ച കഞ്ഞിവെള്ളം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, നൈട്രജനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കിൽ നല്ലപോലെ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയെ വേഗത്തിലാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കേട് രോഗങ്ങളും അതുപോലെ തന്നെ രോഗബാധകളൊക്കെ തടയാനായിട്ട് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഇത് 3 കൂടെ ആകുമ്പോൾ നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നല്ലതായിട്ട് പുളിപ്പിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 3-4 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് റോസാ ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ രാവിലെ കൊടുക്കാവുള്ളൂ. വൈകുന്നേരം കൊടുക്കാൻ ശ്രമിക്കരുത്. രാവിലെ ആകുമ്പം ആ ഒരു സൂര്യപ്രകാശമൊക്കെ നന്നായിട്ട് കിട്ടി നമ്മുടെ ചെടികളിലേക്ക് ആഗിരണം ചെയ്ത് വളമൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസും അതുപോലെ തന്നെ പുതിയ പൂമുട്ടുകളും ഇലകളും ഒക്കെ വന്ന് നിറഞ്ഞ് നല്ലപോലെ പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു വളമാണ്. അപ്പോൾ ഓരോ വളങ്ങളും ചെയ്യേണ്ട രീതികളുണ്ട്. ഇപ്പം ഒരുപാട് വെയിലൊന്നും വന്നിട്ടില്ല. ഇനിയും നല്ല വെയിലാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് റോസയ്ക്ക് രാവിലെ മാത്രം നനച്ചു കൊടുത്താൽ മതി. നല്ലപോലെ നനച്ചു കൊടുക്കുക. വൈകുന്നേരം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കെട്ടിക്കിടന്ന് ഇലകൾ മഞ്ഞ നിറത്തിലായി പോയി റോസ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഞാനിപ്പോൾ നല്ലപോലെ രാവിലെ ഒന്ന് നനയ്ക്കത്തുള്ളൂ. റോസ വൈകുന്നേരം നനയ്ക്കാറില്ല. പിന്നെ നല്ലപോലെ കട്ട കുത്തിയുള്ള വെയിലാണെങ്കിൽ നമുക്കൊരു 4 മണി 5 മണിയാകുമ്പോൾ നനച്ചു കൊടുക്കാം. ഒരിക്കലും 6 മണിക്ക് ശേഷം റോസ് നനച്ചു കൊടുക്കരുത്. അത് നല്ലതല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കാര്യം ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു റോസയിലൊക്കെ നല്ലതായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. നല്ലപോലെ വന്ന് തന്നെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് വന്നതാണ്. ഇപ്പോൾ ഒത്തിരി പൂക്കൾ തന്ന റോസയാണ്. അപ്പം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകണം. പിന്നെ ഇടയ്ക്ക് നല്ല ജൈവ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് പോകുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ എക്സോഡസ് ഒക്കെ ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം 15 ദിവസം കൂടുമ്പോഴൊക്കെ. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു പൊട്ടാഷ് വളം കൊടുക്കണം 15 ദിവസം കൂടുമ്പോൾ. അങ്ങനെ മാറി നമ്മുടെ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നേഴ്സറിയിൽ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ലവണ്ണം പൂക്കൾ തരാൻ സഹായിക്കുന്ന ചെടികൾ തന്നെയാണ് ബഡ് റോസുകൾ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.